മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നത് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിലെ 3 ചാപ്റ്റർ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, അങ്ങനെ 3 ചാപ്റ്ററുകളാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത് അല്ലെ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ പ്രകാരം 2ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പോ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്യാനുള്ള കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, അങ്ങനെ 3 ടോപ്പിക്കുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവ്, പിന്നെ അതുമാതിരി കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതേമാതിരി തന്നെ നമുക്ക് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കുറച്ച് തിയറികളാണ്. ആദ്യം കുറച്ച് തിയറി ഉണ്ട്. ആ തിയറി എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിലേക്കായിട്ട് പോവാം. കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്. വളരെ സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. ഒരുവിധം എല്ലാവരും അത് +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പെർസെന്റേജ് കണ്ടെഴുത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു ബുദ്ധിമുട്ടും ഈ ചാപ്റ്ററിന് ഇല്ല കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഓരോന്നായിട്ട് പറയാം. തിയറി ഭാഗം ആദ്യം പറയാം കേട്ടോ. ആദ്യം മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. തിയറി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം, അതാവും നല്ലത്. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് പറയാനുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾക്ക് അറിയാം. സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 വർഷത്തെ നമ്മളിപ്പോ ഈ ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് മുതൽ നമ്മൾ പറഞ്ഞു സോൾ ട്രേഡിംഗ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അതാവുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ കറക്റ്റ് ഇൻഫോർമേഷൻ മാത്രം, ഒരു വർഷം എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായത്, ഒരു വർഷം എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായത്, ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ പൊസിഷൻ മാത്രമാണ് നമുക്ക് അറിയുന്നുള്ളൂ അല്ലെ. അല്ലാണ്ട് മുഴുവൻ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോ നമുക്ക് എന്ത് വേണമെങ്കിൽ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളതിൽ നമ്മൾ ഇതിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വർഷത്തെ ബാലൻസ് തരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഫണ്ട് ഫ്ലോയിലായാലും ക്യാഷ് ഫ്ലോയിലായാലും എല്ലാറ്റിലും നമ്മൾ അങ്ങനെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഇയേഴ്സിലെ ബാലൻസ് നമുക്ക് തരും. അങ്ങനെ ആ ബാലൻസുകൾ തന്നിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പൊ ഈ അതിന് തന്നെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 3 തരത്തിലുള്ള മെത്തേഡിലാണ് നമ്മൾ അത് കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തെയാണ് കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഏതാ പറഞ്ഞത്, കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമതായിട്ട് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഡാറ്റാസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏത് വർഷമാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായത്, ആദ്യത്തെ വർഷത്തെ അപേക്ഷിച്ച് 2ാമത്തെ വർഷം നമ്മൾ എത്രത്തോളം ലോസിലാണ് പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതാണ് ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഞാൻ തിയറി പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീനിങ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിൽ നമുക്ക് പറയുന്നത് ദ വേർഡ് അനാലിസിസ് ലിറ്ററലി മീൻസ് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്. അപ്പൊ നമ്മൾ ആദ്യം സിംപ്ലി റെഫേഴ്സ് ടു ഫിനാൻഷ്യൽ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡാറ്റ വിത്ത് എ വ്യൂ ടു ഡ്രൈവ് മോർ ഇൻഫോർമേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു മേക്കിംഗ് ഡാറ്റ ടു സ്പീക്ക്. അങ്ങനെ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അനാലിസിസ് റെഫേഴ്സ് ടു സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് ആണോ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അത് സിംപ്ലിഫിക്കേഷൻ നടത്തുക അല്ലെ. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ അനാലിസിസ് റെഫേഴ്സ് ടു സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ എന്തൊക്കെ ഡാറ്റാസ് ആണ്, ഡാറ്റാസ് പറഞ്ഞ വിവരങ്ങൾ അല്ലെ. നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, സെയിൽസ് എത്രയുണ്ടായി, പർച്ചേസ് എത്രയാണ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബിൽ റിസീവബിൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിന് ഒരു വർഷം എത്രത്തോളമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ.
അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിംഗ് ദി ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ എന്തൊക്കെ ജഡ്ജ് ചെയ്യുന്നു? പ്രോഫിറ്റബിലിറ്റിയും അതുമാതിരി ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ ഫേം, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അതേമാതിരി സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എങ്ങനെയാണ് എന്നുള്ള കാര്യവും നമ്മൾ അതിൽ മെഷർ ചെയ്യുക അല്ലെ. നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ഓരോ വർഷം ഇപ്പൊ 2015-ലെയും 2016-ലെയും കണക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് പ്രോഫിറ്റ് ഉണ്ടായത്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളമാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നോക്കുക, ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇൻക്ലൂഡ് ബോത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. രണ്ട് തരത്തിലാണ് അതിൽ കാര്യങ്ങൾ വരുന്നത്. അനാലിസിസും വരുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷനും വരുന്നുണ്ട്. നോക്കുക, ദ ടേം ഇന്റർപ്രിട്ടേഷൻ ലിറ്ററലി മീൻ ടു എക്സ്പ്ലെയിൻ മീനിങ് ഓഫ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ മീൻ എക്സ്പ്ലെയിനിങ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡാറ്റ സോ സിംപ്ലിഫൈഡ്. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു, അനാലിസിസും ഇന്റർപ്രിട്ടേഷനും. അപ്പൊ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് സിംപ്ലിഫൈങ് ദ കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ഡാറ്റാസിനെ, കോംപ്ലക്സ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കോംപ്ലക്സ് ആയത് വിഷമം പിടിച്ച ഡാറ്റാസ് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുകയാണ് അനാലിസിസിൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ അല്ലെ. അതിന്റെ മീനിങ് എങ്ങനെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് ആൻഡ് ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇൻക്ലൂഡ് ബോത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് തരത്തിലുള്ളതാണ് വരുന്നത്. അനാലിസിസും വരുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷനും വരുന്നുണ്ട്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈങ് ദ കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ഡാറ്റാസിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനാലിസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്റർപ്രിട്ടേഷൻ ആണെന്നുണ്ടെങ്കിലോ എക്സ്പ്ലെയിനിങ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ അല്ലെ. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഡാറ്റാസിന്റെ മീനിങ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇൻക്ലൂഡ് ബോത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് മീൻസ് എന്താണ് ഉദ്ദേശിച്ചത്? പ്രോസസ് ഓഫ് സിംപ്ലിഫൈയിങ് കോംപ്ലക്സ് ഡാറ്റ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനാലിസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ. ഈ സിംപ്ലിഫൈഡ് ഡാറ്റയുടെ മീനിങ്ങും സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത്, to conclude, the term financial analysis is also known as analysis and interpretation of financial statement. അപ്പൊ ഈ ഫിനാൻഷ്യൽ അനാലിസിസിൽ വരുന്ന രണ്ടെണ്ണാണ് ഉള്ളത്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ അനാലിസിസ്, രണ്ടാമത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ചാപ്റ്റർ ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കോംപ്ലക്സ് ഡാറ്റാസ് ഏതൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു അല്ലെ. നമുക്ക് കോംപ്ലക്സ് ഡാറ്റാസ് വരുന്നതിനെ അനലൈസ് ചെയ്യുകയും അതിനെ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അതേമാതിരി തന്നെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിയതിനെ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സിംപ്ലിഫൈഡ് ഡാറ്റ അല്ലെ. ആ സിംപ്ലിഫൈഡ് ഡാറ്റാസിന്റെ മീനിങ് എന്താണ്, അതേമാതിരി തന്നെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ. ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അപ്പൊ അതിനെ കുറച്ച് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ 2-3 ഓതേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡെഫിനിഷൻ പറയാം കേട്ടോ. ഇൻ ദ വേർഡ്സ് ഓഫ് മെറ്റാകാഫ് ആൻഡ് ടിട്രാഡ്, analyzing financial statement is the process of evaluating the relationship between component part of financial statement to obtain a better understanding of firm position and performance. നമുക്കറിയാം അല്ലെ, നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഒരു ഫേമിന്റെ പൊസിഷൻ എങ്ങനെയാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്നെസ് എങ്ങനെയാണ്, അതേമാതിരി പ്രോഫിറ്റബിലിറ്റി എങ്ങനെയൊക്കെയാണ്, സ്ഥാപനത്തിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റിയും ആൻഡ് പെർഫോമൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിന് എത്രത്തോളമാണ് പ്രോഫിറ്റബിലിറ്റി ഉള്ളത്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. Analyzing financial statement is a process of evaluating the relationship between
component parts of financial statement to obtain better understanding of firm position and its performance. അതാണ് നമ്മൾ അതിൽ മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റാസ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇനി നോക്കാട്ടെ, ഡിഫറൻസ് ബിറ്റ്വീൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. എന്താ നമുക്ക് പറയാനുള്ളത്? അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കോംപ്ലക്സ് ഡാറ്റ അല്ലെ. എന്താ പറയുന്നത്? കോംപ്ലക്സ് ഡാറ്റാസിനെ സിംപ്ലിഫൈ ചെയ്യുന്നു അനാലിസിസില്. ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി കോംപ്ലക്സ് ഡാറ്റ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, അനാലിസിസ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് സിംപ്ലിഫൈങ് ദി കോംപ്ലക്സ് ഡാറ്റ, but interpretation means explain the meaning and significance of the simplified data. Analysis and interpretation are interrelated and complementary to each other. പരസ്പരം റിലേറ്റഡുമാണ് കോംപ്ലിമെന്ററിയുമാണ്. അപ്പൊ അതാണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനാലിസിസും ഇന്റർപ്രിട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഡാറ്റാസിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒബ്ജക്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഒബ്ജക്ട്, ലക്ഷ്യം അല്ലെങ്കിൽ പർപ്പസ്, ഉദ്ദേശം എന്താണ്? ഫിനാൻഷ്യൽ അനാലിസിസിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്ട് എന്താണ് എന്നുള്ളത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ടു ഹെൽപ്പ് ഇൻ ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. To assess the financial position and financial performance of the business. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ ഫിനാൻഷ്യൽ പെർഫോമൻസും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അസസ് ചെയ്യുന്നു. To ascertain the operating performance of the business. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യുന്നു. അതേമാതിരി സോൾവൻസി എങ്ങനെയുണ്ട്, ലിക്വിഡിറ്റി എങ്ങനെയാണ് അല്ലെ. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സോൾവൻസി എങ്ങനെയാണ്, ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നു. പിന്നെ ടു ഡിറ്റർമിൻ ദ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി അല്ലെ. ഡെപ്റ്റ് പറഞ്ഞ കടം ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളമാണുള്ളത് എന്നുള്ളത് നോക്കുന്നു. ടു ജഡ്ജ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം, ഇപ്പോഴത്തെയും ഫ്യൂച്ചറിലെയും പ്രോഫിറ്റബിലിറ്റി, ലാഭം എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ടു മേക്ക് ഇന്റർ ഫേം കമ്പാരിസൺ, ഇന്റർ ഫേം മറ്റുള്ള ഫേമുകളുമായിട്ട് കമ്പാരിസൺ നടത്തുന്നു. ടു മെഷർ മാനേജീരിയൽ എഫിഷ്യൻസി ഓഫ് ദ ഫേം, മാനേജ്മെന്റ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നു. ടു സോൾവ് ദ ഇന്റേണൽ പ്രോബ്ലംസ് ഓഫ് ദ ബിസിനസ്, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളില് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത് വെച്ചെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ്, ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ലക്ഷ്യങ്ങൾ ഓഫ് എ ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നു, കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക് യൂസസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ. ഇപ്പൊ നമ്മൾ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂസസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നതാണ് അടുത്ത് പറയാനുള്ളത് കേട്ടോ. അപ്പൊ യൂസസ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം പോയിന്റ് പറയാം, എന്നിട്ട് ഓരോ പോയിന്റുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു, നമ്മൾ മറ്റേ ചാപ്റ്ററിലൊക്കെ പറഞ്ഞ മാതിരി ടൂൾസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു ബിസിനസിന്റെ ഓണേഴ്സ്. അപ്പൊ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളത് ഷെയർ ഹോൾഡേഴ്സിനാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സിന് അല്ലെ. ക്രെഡിറ്റേഴ്സ് നമ്മുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ കടമായിട്ട് തരുള്ളൂ. അപ്പം അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സ്. പിന്നെ ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു മാനേജ്മെന്റിനെ ഡേ ടു ഡേ അഫയേഴ്സും കാര്യങ്ങളും കണക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് മാനേജ്മെന്റിന് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു എംപ്ലോയീസിന്, അതുമാതിരി വർക്കേഴ്സിന്റെ യൂണിയൻ ആണ് ട്രേഡ് യൂണിയൻ, അവർക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഗവൺമെന്റിന് വളരെയധികം ഉപയോഗപ്രദമാണ്. ടാക്സിന്റെ കാര്യങ്ങൾ, സബ്സിഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് യൂസസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക.
അപ്പം യൂസസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇത് പഠിച്ചിട്ട് ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് ഉപകാരമുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇത് ഷെയർ ഹോൾഡേഴ്സിന് വളരെയധികം ഉപയോഗപ്രദമാണ്. പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് വളരെയധികം ഉപയോഗപ്രദമാണ്. മാനേജ്മെന്റിന്, അതേമാതിരി എംപ്ലോയീസിന്, ട്രേഡ് യൂണിയൻ, അതുപോലെ ഗവൺമെന്റിനൊക്കെ അത് വളരെയധികം ഉപയോഗപ്രദമാണ്. ശ്രദ്ധിക്കാം, ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ദെയർ മണി ഇൻ ദ ബിസിനസ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് അല്ലെ. കാരണം ദേ ക്യാൻ ഇൻവെസ്റ്റ് ദ മണി ഇൻ ദ ബിസിനസ്. അവർ കാശ് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുകയും ആ കാശ് എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ദെയർ മണി ഇൻ ദ ബിസിനസ്. അപ്പൊ therefore they are interested in the safety of their investment അല്ലെ. എത്രത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി ഉണ്ട്, സുരക്ഷിതമാണ്, നമ്മുടെ സ്ഥാപനം നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഡെപ്പോസിറ്റിനൊക്കെ സുരക്ഷിതമില്ലേ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് അതിലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. നമുക്ക് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടമായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് വെരി യൂസ്ഫുൾ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇറ്റ് എനേബിൾസ് ദം ടു അസസ് ദി സോൾവൻസി, എങ്ങനെയാണ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എക്സെട്ര ഓഫ് ദി എന്റർപ്രൈസ് അല്ലെ. ഒരു സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ, സോൾവൻസി പൊസിഷൻ, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിനെ അത് വളരെയധികം സഹായിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ ഇത് വളരെയധികം സഹായിക്കുന്നു അല്ലെ. ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്സ് മാനേജ്മെന്റ് ഇൻ റീച്ചിങ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ഓവറോൾ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റുമായിട്ടും അല്ലേ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഇതിൽ താല്പര്യം കാണിക്കുന്നു. ഇമ്പോർട്ടന്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു എംപ്ലോയീസ് ആൻഡ് ട്രേഡ്. എംപ്ലോയീസിനും ട്രേഡ് യൂണിയനൊക്കെ അവരുടെ ബോണസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. Through financial analysis, it is possible for the employees and trade union to assess the profitability and financial strength of the enterprise. അല്ലെ, എത്രത്തോളമാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രത്തോളമാണ് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഗവൺമെന്റ്. അപ്പൊ ത്രൂ ഫിനാൻഷ്യൽ അനാലിസിസ് ദ ഗവൺമെന്റ് ക്യാൻ കളക്ട് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ about business enterprise. On the basis of information, government can take national plans, annual budget ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ സഹായിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂസസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൊണ്ടുള്ള യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലെ. അപ്പൊ യൂസസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരി യൂസ്ഫുൾ ടു ദി ഗവൺമെന്റ്. ആരൊക്കെയാണ് ഗവൺമെന്റ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റേഴ്സ്, മാനേജ്മെന്റ്, പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻ, പിന്നെ ഗവൺമെന്റ്, അവർക്കൊക്കെ വളരെയധികം അത് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് പറയാനുള്ള ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലിമിറ്റേഷൻസ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ടുള്ള സഫേഴ്സ് ഫ്രം ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. പലതരത്തിലുള്ള ലിമിറ്റേഷൻസ്, അപാകതകൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസിലൊക്കെ എത്രത്തോളമാണ് ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യുന്നു, ഒഴിവാക്കുന്നുണ്ട്. ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഒക്കെ ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണെന്നിലുള്ളൂ. ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ഒക്കെ അതിൽ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ സ്പോട്ട് ഓഫ് സിംറ്റംസ് ബട്ട് നോട്ട് ഡയഗ്നൈസ്. സിംറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലെ, അത് നമുക്ക് മാറ്റുന്നില്ല. എന്തൊക്കെ സിംറ്റംസ് ആണ്? ഫിനാൻഷ്യൽ അനാലിസിസ് മേ സ്പോട്ട് സിംപ്റ്റം ഓഫ് ഫിനാൻഷ്യൽ വീക്ക്നെസ് ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, ബട്ട് ദ ഫിനാൻഷ്യൽ ഡിസിഷൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ഡയഗ്നൈസ് ആർ റിക്വയർഡ് അല്ലെ. അപ്പൊ ഫർദർ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പേഴ്സണൽ ജഡ്ജ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുന്നു. പേഴ്സണൽ ജഡ്ജ്മെന്റ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ്, ദോഷങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ ദോഷങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനുള്ളത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സഫേഴ്സ് ഫ്രം ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സഫർ ഫ്രം എ നമ്പർ ഓഫ് വീക്ക്നെസ്. പലതരത്തിലുള്ള വീക്ക്നെസ്സും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനുണ്ട്.
പിന്നെ hence analysis based upon this statement also suffers from such a limitation. പിന്നെ ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്, പ്രൈസ് ലെവൽ എത്രത്തോളമാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യുന്നു, ഒഴിവാക്കുന്നു. പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പ്രൈസ് ലെവൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ള കാര്യം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ ഇഗ്നോർ ചെയ്യുന്നു. ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്, ഫിനാൻഷ്യൽ അനാലിസിസിലെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് നടത്തുന്നത്. ക്വാളിറ്റേറ്റീവ് മെഷർമെന്റുകളൊക്കെ ഇതിൽ ഇഗ്നോർ ചെയ്യുന്നു. സ്പോട്ട് ദ സിംറ്റം ബട്ട് നോട്ട് ഡയഗ്നൈസ്, സിംറ്റം മാത്രമേ ഉള്ളൂ, അതിനൊരു ഡയഗ്നൈസ് നമുക്ക് അത് എന്തൊക്കെയാണ് അത് പരിഹരിക്കാൻ നമുക്ക് നല്ല രീതിയിൽ സാധിക്കുന്നില്ല. പേഴ്സണൽ ജഡ്ജ്മെന്റ് വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമുക്ക് ഡെപ്റ്റ്, അസറ്റ്, പ്രോഫിറ്റ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ശരിയായ തരത്തിലൊരു പേഴ്സണൽ ജഡ്ജ്മെന്റിന് സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഏതൊക്കെ ടൈപ്സ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് എക്സ്റ്റേണൽ അനാലിസിസ്, 3 ഇന്റേണൽ. ഇതിൽ പറയുന്നതാണ് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്, നമ്മൾ ഏതൊക്കെ തരത്തിലാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദി അനാലിസിസ്, ഒബ്ജക്റ്റീവ് എന്ന ലക്ഷ്യങ്ങൾ, നമ്മൾ അനലൈസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. ഓൺ ദി ബേസിസ് ഓഫ് മോഡ്സ് ഓപ്പറേണ്ടി, എങ്ങനെയൊക്കെയാണ് നമ്മളത് ഓപ്പറേഷൻ നടത്തുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച്. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്. ഫിനാൻഷ്യൽ അനാലിസിസിനെ 2ആയിട്ടാണ് അതിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ അനാലിസിസും ഇന്റേണൽ അനാലിസിസും. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ 2ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ അനാലിസിസ്, സെക്കൻഡ് വൺ ഇന്റേണൽ അനാലിസിസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറം കാര്യങ്ങൾ പറയുന്നതിന് എക്സ്റ്റേണൽ എന്നും, ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുന്നു. This type of analysis is done by those who are outsiders to the business. The outsiders are investors, creditors, government, etc. അല്ലെ. പിന്നെ ഇന്റേണൽ അനാലിസിസ്, ദിസ് ഈസ് ഡൺ വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഡൺ ഫോർ ദ ഇന്റേണൽ പർപ്പസ്. അല്ലെ, ഇന്റേണൽ ആയിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇന്റേണൽ അനാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദി അനാലിസിസ്. ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ നമുക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ള കാര്യം ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട്. അത് 2 തരത്തിലാണ്, ഷോർട്ട് ടേം അനാലിസിസ് ആൻഡ് ലോങ് ടേം അനാലിസിസ്. 2 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം, കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്തു. ലോങ് ടേം ആയിട്ട് നമുക്ക് എത്രത്തോളമാണ് അച്ചീവ്മെന്റ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഷോർട്ട് ടേം. It is made to determine short-term solvency, liquidity, earning capacity of the business. അല്ലെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഷോർട്ട് ടേം സോൾവൻസി എങ്ങനെയാണ്, ലിക്വിഡിറ്റി, ഏർണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നു. പിന്നെ ലോങ് ടേം അനാലിസിസ്. ദിസ് അനാലിസിസ് ഈസ് മെയ്ഡ് ടു ഡിറ്റർമിൻ ലോങ് ടേം സോൾവൻസി, സ്റ്റെബിലിറ്റി ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അതാണ് നമ്മളതിൽ മെഷർ ചെയ്യുന്നത്. അപ്പൊ ലോങ് ടേമിനായിട്ടുള്ള കാര്യങ്ങളാണ്. ലോങ് ടേം സോൾവൻസി എങ്ങനെയാണ്, അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് മോഡസ് ഓപ്പറൻഡി. മോഡസ് ഓപ്പറൻഡി പറഞ്ഞാൽ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും അങ്ങനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. When financial statement for a number of years are analyzed, the analysis is called horizontal analysis. അപ്പൊ number of years ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ 2 വർഷത്തെ അല്ല കുറെ വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. In short, analyzing of financial statement over a period is called horizontal analysis. കുറെ വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ horizontal analysis എന്ന് പറയുന്നു. Next one, vertical analysis. This refers to study the relationship of various items in the financial statement of one accounting period. ഒരു accounting periodലെ ഡാറ്റാസ് മാത്രമാണ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ vertical analysis എന്ന് പറയുന്നു. അപ്പൊ കുറെ വർഷത്തെ ഡാറ്റാസ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എന്നും, ഒരു വർഷത്തെ 1 അക്കൗണ്ടിംഗ് പീരീഡിന്റെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർട്ടിക്കൽ അനാലിസിസ് എന്നും പറയുന്നു.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്, മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എക്സ്റ്റേണൽ അനാലിസിസ് എന്നും ഇന്റേണൽ അനാലിസിസ് എന്നും. പിന്നെ അടുത്തതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ്, ഒബ്ജക്റ്റീവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ് എന്നാണ് പറയുന്നത് അല്ലെ. വെർട്ടിക്കൽ അനാലിസിസിൽ ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെയാണുള്ളത്, മറ്റേതാണെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിംഗ് ഇയേഴ്സിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക കേട്ടോ. Horizontal analysis requires comparative financial statement for a certain number of years, അല്ലെ, 4 to 5 years, കുറച്ച് വർഷത്തെ കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വെർട്ടിക്കൽ അനാലിസിസ് റിക്വയേഴ്സ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് 1 year, ഒരു വർഷത്തെ കാര്യം പറയുന്നതിനെ വെർട്ടിക്കൽ എന്ന് പറയുന്നു കേട്ടോ. ഹൊറിസോണ്ടൽ ഡീൽസ് വിത്ത് സെയിം ഐറ്റം ഫോർ ഡിഫറെന്റ് പീരീഡ്. നമ്മൾ പറഞ്ഞു, ഇനി അതിനെ തിരിച്ചു മറിച്ച് അവർ പറയുകയാണ് ഡിഫറെന്റ് ഇയേഴ്സ് ആണ്, അതാണ് മെയിൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇയേഴ്സിൽ പറയുന്നതിനെ ഹൊറിസോണ്ടൽ എന്നും, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നതിനെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡീൽസ് വിത്ത് സെയിം ഐറ്റം ഓഫ്, ഒരേ ഐറ്റം തന്നെ വ്യത്യസ്ത പീരീഡിലെയാണ് നമ്മൾ പറയുന്നത്. ഡീൽസ് വിത്ത് ഡിഫറെന്റ് ഐറ്റം ഫോർ ദി, മനസ്സിലായോ, ഡീൽസ് വിത്ത് ഡിഫറെന്റ് ഐറ്റം ഒരു സെയിം പീരീഡ് ആണ് പറയുന്നത്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആൻഡ് പെർസെന്റേജ്, എല്ലാ കാര്യങ്ങളും പറയുന്നത് അബ്സല്യൂട്ട് ഫിഗേഴ്സിലും പെർസെന്റേജിലുമാണ്. മറ്റതിലാണെങ്കിൽ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഇൻ പെർസെന്റേജിലാണ് പറയുന്നത്. ജനറലി യൂസ്ഡ് ഫോർ ടൈം സീരീസ് അനാലിസിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതോ ഇന്റർ ഫേം അനാലിസിസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഡൈനാമിക് ആണ്, ചേഞ്ചിങ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഇത് സ്റ്റാറ്റിക് ആണ്, ഫിക്സഡ് ആണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ മാത്രമേ ഉള്ളൂ, അത് കാരണം ഇത് സ്റ്റാറ്റിക് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 തരത്തിലാണ് അനാലിസിസ് വരുന്നത്. ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസുമാണ് വരുന്നത്. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഡിഫറെന്റ് അക്കൗണ്ടിങ് ഇയേഴ്സ് ആണ് വരുന്നത്. വെർട്ടിക്കലിലാണെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയർ മാത്രമാണ് വരുന്നുള്ളൂ. പിന്നെ മറ്റേതിലാണെങ്കിൽ ഡീൽ വിത്ത് സെയിം ഐറ്റം ഓഫ് ഡിഫറെന്റ് പീരീഡ് ആണ്. ഇതിലോ ഡീൽസ് വിത്ത് ഡിഫറെന്റ് ഐറ്റം ഫോർ ദി സെയിം പീരീഡ്. പിന്നെ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആൻഡ് പെർസെന്റേജ്, മറ്റേതിലാണെങ്കിലോ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഇൻ പെർസെന്റേജ് ആണ് വരുന്നത്. ജനറലി യൂസ്ഡ് ഫോർ ടൈം സീരീസ് അനാലിസിസിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റേതാണെങ്കിലോ ജനറലി യൂസ്ഡ് ഫോർ ഇന്റർ ഫേം, ഒരു ഫേമിന്റെ ഉള്ളിൽ ഇന്റർ ഫേം അനാലിസിസിലാണ്. ഇത് ഡൈനാമിക് ആണ്, ചേഞ്ചിങ് ആണ്. മറ്റേത് എങ്ങനെയാണ്, സ്റ്റാറ്റിക് ആണ്. ഇത്രയൊക്കെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി പ്രൊസീജിയർ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ കണക്കിലോട്ട് വരികയാണ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്? ആദ്യം നമ്മൾ അത് വെറുതെ ജസ്റ്റ് പോയിന്റുകൾ മാത്രം. റീ അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നതിനെ നമ്മൾ ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ കമ്പാരിസൺ നടത്തുന്നു, അനലൈസ് നടത്തുന്നു, പിന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രൊസീജിയർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. പ്രൊസീജിയർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിൽ പറയുന്നത് നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്? റീ അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നു, പിന്നെ കമ്പാരിസൺ നടത്തുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പ്രൊസീജിയർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓർ ടൂൾസ്, ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലെ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ നമ്മളിവിടെ പറയുന്നത് വെച്ചെങ്കിൽ മെത്തേഡ്സ് ഓർ ടൂൾസ് ഓർ മെത്തേഡ്, എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടൂൾസും ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്ന്, പിന്നെ 2 കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്,
3 ട്രെൻഡ് അനാലിസിസ്. അങ്ങനെ 3 നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് വൺ കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പിന്നെ കോമൺ സെയിൽസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, ഈ 3 നമുക്കതിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. Comparative financial statement compare the financial data of 2 or more years. 2 or 2 കൂടുതൽ വർഷത്തെ നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ടു മേക്ക് ദ ഫിനാൻഷ്യൽ ഡാറ്റ മോർ മീനിങ്ഫുൾ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ വളരെയധികം മീനിങ്ഫുൾ ആവുന്നു. In comparative financial statement, the figures are shown in the absolute figures increase or decrease by way of percentage. പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ്. അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിഗേഴ്സ് കാണുക? അപ്പൊ 2 വർഷത്തെ ഇൻഫോർമേഷൻ ആണ് നമുക്ക് തരുന്നത് അല്ലെ. ആ 2 വർഷത്തെ ഇൻഫോർമേഷൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ്. എത്രയാണ് ഫിഗേഴ്സ് എങ്കിൽ അത് അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ തരുന്നു. പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ എത്രത്തോളമാണ് ഇൻക്രീസ് ഉണ്ടാവുന്നത് ഡിക്രീസ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. ബൈ വേ ഓഫ് പെർസെന്റേജ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് ആണ് പറയാനുള്ളത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? അപ്പൊ 2 വർഷത്തെ ഇൻഫോർമേഷൻ തന്നാൽ അത് കമ്പയർ ചെയ്യുകയാണ് കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു മേക്ക് ദ ഡാറ്റ സിംപ്ലർ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വളരെ സിംപ്ലർ ആക്കാൻ വേണ്ടി സാധിക്കുന്നു. ടു അസർട്ടൈൻ ദ ചേഞ്ചസ് ഒക്കറിംഗ് ഇയർ ബൈ ഇയർ, ഓരോ വർഷം കഴിയുന്തോറും എത്രത്തോളം ചേഞ്ചസ്, മാറ്റങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടു ഫൈൻഡ് ഔട്ട് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എത്രത്തോളമാണ് സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, വീക്ക്നെസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ടു ഹെൽപ് ദ മാനേജ്മെന്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗിനും പ്ലാനിങ്ങിനും സഹായിക്കുന്നു. ഫോർകാസ്റ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റിംഗ് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ, ഫ്യൂച്ചർ എങ്ങനെയാണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫോർകാസ്റ്റിംഗിനും പ്ലാനിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിനൊക്കെ സഹായിക്കുന്നു അല്ലെ. അപ്പൊ ടു മേക്ക് ദ ഡാറ്റ സിംപ്ലർ, ടു അസർട്ടൈൻ ദ ചേഞ്ചസ് ഒക്കറിംഗ് ഇയർ ബൈ ഇയർ, ടു ഫൈൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഫേം, ടു ഹെൽപ് ദ മാനേജ്മെന്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി സ്റ്റെപ്സ് ടേക്കൺ ടു, എന്തൊക്കെയാണ് സ്റ്റെപ്സ് ടേക്കൺ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ്? എന്തൊക്കെ സ്റ്റെപ്സുകളാണ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്? ആദ്യം ഫസ്റ്റ് കോളം ഈസ് പർട്ടിക്കുലർ കോളം. ആദ്യത്തെ കോളം പർട്ടിക്കുലേഴ്സ് അല്ലെ, നമുക്കറിയാം. നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. അപ്പൊ നമുക്കറിയാവുന്നതാണ് ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലേഴ്സ് ആണ്. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളം പർട്ടിക്കുലേഴ്സ്. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ 2 വർഷം ഉണ്ടാവുക, പ്രീവിയസ് ഇയർ ഉണ്ടായിരിക്കും കറണ്ട് ഇയർ ഉണ്ടായിരിക്കും. സെക്കൻഡ് കോളത്തിലെ പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റാസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. തേർഡ് കോളം ഡാറ്റ കറണ്ട് ഇയേഴ്സ് ബാലൻസ് ഷുഡ് ബി റിട്ടേൺ, കറണ്ട് ഇയേഴ്സിന്റെ ബാലൻസ് എത്രയാണ് വെച്ചെങ്കിൽ അത് എഴുതുന്നു. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പർട്ടിക്കുലർ. സെക്കൻഡ് കോളത്തിൽ പ്രീവിയസ് ഇയറിലെ ബാലൻസ് എഴുതുന്നു. തേർഡ് കോളത്തിൽ കറണ്ട് ഇയർ, ഇപ്പോഴത്തെ 2015 16 തന്നാൽ 15 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ, 16 എന്ന് പറയുന്നത് കറണ്ട് ഇയർ, അത് രണ്ടിലും എഴുതുന്നു. ഇനി ഫോർത്ത് കോളം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഐറ്റം, എത്രത്തോളമാണ് ഇൻക്രീസ് ഉണ്ടായത് ഡിക്രീസ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് കോളം പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എത്രത്തോളം പെർസെന്റേജ് ആണ് ഇൻക്രീസ് ഉണ്ടായത്, എത്രത്തോളം പെർസെന്റേജ് ഡിക്രീസ് ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളം വരച്ചു. പിന്നെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ബേസ് ഇയറിലെ ഇൻഫോർമേഷൻ എഴുതാൻ വേണ്ടി സെക്കൻഡ് കോളം വരച്ചു. ബേസ് ഇയർ കഴിഞ്ഞാൽ കറണ്ട് ഇയറിലെ ഇൻഫോർമേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വരച്ചു. അത് കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഡിഫറൻസ് വരുന്നത് എന്ന് കാണുന്നു. പിന്നെ പെർസെന്റേജ് കണ്ടെഴുതുന്നു കേട്ടോ. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ തിയറി പാർട്ടുകളാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ വരുന്ന തിയറി പാർട്ടാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ്, ഒന്നുകൂടി ജസ്റ്റ് പറയാം, ശ്രദ്ധിക്കുക. പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറയാം. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അനാലിസിസും ഇന്റർപ്രിട്ടേഷനും. അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഡാറ്റാസിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനെ അനാലിസിസ് എന്നും, പിന്നെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നു എന്നാണ് പറഞ്ഞത്? എക്സ്പ്ലെയിനിങ് ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിംപ്ലിഫൈഡ് ഡാറ്റ അല്ലെ. നമ്മൾ ഡാറ്റാസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ അതിന്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ യൂസസ്, എന്തൊക്കെ യൂസസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുള്ളത് പറഞ്ഞു. ലിമിറ്റേഷൻസ് പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് പറഞ്ഞത്. ആ ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസിനെ നമ്മൾ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ട്രെൻഡ് അനാലിസിസ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനാലിസിസ്, ഇത്രയാണ് നമുക്കുള്ളത്. അതിലെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2 വർഷത്തെ ഇൻഫോർമേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ആ ഇൻഫോർമേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എല്ലാവരും നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.